प्रभु के नाम में सबको जय मसीह की। എല്ലാവർക്കും ദൈവനാമത്തിൽ ജയമസീകി. मैं बहुत खुश हूँ आप लोगों से मिलकर। 13 साल बाद मैं आप लोगों से मिल पाया। വളരെ സന്തോഷമുണ്ട് നിങ്ങളെ കാണുവാൻ കഴിഞ്ഞതിൽ. ഏകദേശം 13 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളെ കാണുവാൻ ഇടയായി തീർന്നത്. 2012 में मैं केरला छोड़ा था 2012 ഞാൻ കേരളം വിട്ടതാണ്. और उस समय कुछ पुराना फेस मैं आज मिस कर रहा हूँ. ആ സമയത്തുണ്ടായിരുന്ന ചില പഴയ മുഖങ്ങൾ ഇന്ന് എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. और कुछ नए नए फेस मुझे दिखाई दे रहे, इसके लिए प्रभु को मैं धन्यवाद देता हूँ. ചില പുതിയ മുഖങ്ങളെ എനിക്ക് കാണുവാൻ സാധിക്കുന്നു. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. सबसे पहले मैं प्रभु को धन्यवाद देना चाहता हूँ इस दिया हुआ समय के लिए. ഈ സമയം ലഭിച്ചത് ഓർത്ത് ആദ്യമായിട്ട് കർത്താവിന് നന്ദി കരേറ്റുന്നു. और साथ ही साथ मैं आप सभी को भी मैं धन्यवाद देना चाहता हूँ, आपने मुझे ये मौका दिया. അതോടൊപ്പം നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഇത്തരത്തിലുള്ള അവസരം ഒരുക്കിയത് ഓർത്ത്. ये मेरा मदर चर्च है ഇതെന്റെ മാതൃസഭയാണ്. और मैं तो आप लोगों को सिखा नहीं सकता എനിക്ക് നിങ്ങളെ പഠിപ്പിക്കുവാൻ സാധ്യമല്ല. क्योंकि आप लोगों के सामने मैं आत्मिक रीति से जन्म लिया. കാരണം നിങ്ങളുടെ മുമ്പാകെയാണ് ആത്മികമായിട്ട് ഞാൻ ജനിച്ചത്. और प्रभु ने जो मुझे वचन दिया है वही वचन मैं आप लोगों को बताना चाहता हूँ. എന്നാൽ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുന്ന വചനം നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. उससे पहले मैं 2 मिनट समय लेना चाहता हूँ, मेरे गवाही में देना चाहता हूँ. അതിനു മുമ്പായിട്ട് 2 നിമിഷം ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. केरला से जाने के बाद मेरे अंदर बहुत उत्सुकता था कि मैं गांव में जाके सुसमाचार प्रचार करूं. കേരളത്തിൽ നിന്ന് മടങ്ങിയതിനു ശേഷം എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ ഗ്രാമത്തിൽ ചെന്ന് സുവിശേഷം അറിയിക്കണം എന്നുള്ളത്. और उस समय मेरे गांव वाले, मेरे जो पड़ोसी लोग और जो मेरे रिश्तेदार लोग हैं, सब लोगों ने मुझे बहुत मारा और गांव से मुझे निकाल दिया. എന്നാൽ ആ സമയം എൻ്റെ ഗ്രാമത്തിലുള്ളവർ, എൻ്റെ അയൽക്കാര്, എൻ്റെ ചുറ്റുമുള്ളവർ എന്നെ ഉപദ്രവിച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടു. और बोला कि गांव में कभी भी दोबारा मत आना. പിന്നീട് ഇങ്ങനെ പറഞ്ഞു, ഇനി ഒരിക്കലും നീ തിരിച്ച് ഗ്രാമത്തിലേക്ക് വരരുത് എന്ന് പറഞ്ഞു. मैंने उनको सिर्फ एक ही बात कहा, मैं सबको छोड़ सकता हूँ लेकिन प्रभु यीशु मसीह को नहीं छोड़ सकता हूँ, क्योंकि वो मुझे प्यार करता है. ഞാൻ അവരോട് ഈ ഒരു കാര്യം മാത്രം പറഞ്ഞു, എനിക്ക് ബാക്കി എല്ലാവരെയും ഉപേക്ഷിക്കുവാൻ സാധിക്കും, എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉപേക്ഷിക്കുവാൻ സാധ്യമല്ല, കാരണം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. और मैं एक ही ड्रेस में मैं बाहर निकल गया. എൻ്റെ ആയിട്ടിരുന്ന വേഷത്തിൽ ഞാൻ അവിടെ നിന്ന് പുറത്ത് ഇറങ്ങി. और एक छोटा सा शहर है धूपगुड़ी करके, वहाँ पे मैंने सुसमाचार प्रचार का काम शुरू किया. അവിടെ ചെറിയ ഒരു പട്ടണം ധോൽപുരി എന്ന നാമത്തിലുണ്ട്. അവിടെ ഞാൻ സുവിശേഷം അറിയിക്കുവാൻ തുടങ്ങി. अलग अलग गांव में जाके मैंने सुसमाचार प्रचार किया. അവിടെ അടുത്തുള്ള അനേക ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചു. बट वहाँ पे धीरे धीरे लोग प्रभु में आने लगा. അവിടെ പതുക്കെ സമയമെടുത്തെങ്കിലും കർത്താവിനെ അറിയുവാൻ ജനം തുടങ്ങി. और तब मैंने ब्रदर जोनाथन को फोन किया था. ആ സമയത്താണ് ഞാൻ യോനാഥൻ സഹോദരനെ വിളിച്ചത്. कि भाई मैं सुसमाचार प्रचार कर सकता हूँ लेकिन इनको मैं सिखा नहीं सकता. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് സുവിശേഷം അറിയിക്കുവാൻ സാധിക്കും, എന്നാൽ അവരെ പഠിപ്പിക്കുവാൻ तो സാധിക്കും. आप अगर आएंगे तो अच्छा होगा कि प्रभु में लोग आ रहे हैं. അതുകൊണ്ട് താങ്കൾ വന്നാൽ നല്ലതായിരിക്കും, കാരണം കർത്താവിനെ അറിഞ്ഞ് കുറച്ചു പേര് കടന്നു വരുന്നുണ്ട്. उसके बाद मेरे भाई लोग भी आ गए, मेरे कजन आ गए, मेरा ताऊजी भी प्रभु में धीरे धीरे आ गए. അത് കഴിഞ്ഞ് എൻ്റെ സഹോദരങ്ങള്, എൻ്റെ ബന്ധുമിത്രാദികൾ പലരും ദൈവത്തിങ്കലേക്ക് വന്നു. और पड़ोसी लोग भी धीरे धीरे आने लगे. അയൽവാസികളും പതുക്കെ കർത്താവിനെ അറിയുവാൻ തുടങ്ങി. और ऐसे एक कलीसिया प्रभु ने 2013 में शुरू करने के लिए मदद किया. അങ്ങനെ 2013 ആയപ്പോഴത്തേക്കും ഒരു സഭ കൂടിവരവ് തുടങ്ങുവാൻ കർത്താവ് സഹായിച്ചു. और वहाँ पे मैंने लगभग 9 से 10 साल मैंने सेवा किया. അവിടെ ഏകദേശം 9-10 വർഷങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷയിലായിരുന്നു. जोनाथन के साथ, യോനാഥാൻ സഹോദരന്റെ കൂടെ. और उसके बाद 2020 में हमारी शादी हुई है. 2020 ഞാൻ കല്യാണം കഴിച്ചത്. और मेरी पत्नी सन्नुति और बेबी तबीता ऑलरेडी आपने बताया. എൻ്റെ ഭാര്യ സനുദിയും കുഞ്ഞ് തബിതയും ഇവിടെ ഉണ്ട്. और 2022 में प्रभु ने हमें नॉर्थ इंडिया के लिए बोझ दिया. हम नॉर्थ इंडिया 2022 नवंबर में हम ഷിഫ്റ്റ് किए. 2022 നവംബറിലാണ് ഉത്തരേന്ത്യയിലേക്ക്, വടക്കേന്ത്യയിലേക്ക് പോകണം എന്നുള്ള ഒരു വിളിയുണ്ടാകുകയും അത് അവിടെയൊക്കെ ഞങ്ങൾ പോവുകയും ചെയ്തത്. प्रभु को धन्यवाद देता हूँ, प्रभु का इस महान योजना के लिए मैं धन्यवाद देता हूँ. കർത്താവിന്റെ വലിയ പദ്ധതിയെ ഓർത്ത് കർത്താവിന് നന്ദി കരേറ്റുന്നു. मैं थोड़ा इमोशनल हूँ आज.
കുറച്ച് വൈകാരികമായിട്ടുള്ള അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. क्योंकि 13 साल बाद आप सबसे मिलने का मौका मिला है. കാരണം 13 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങൾ എല്ലാവരെയും കാണുവാൻ സാധിച്ചത്. आइए हम प्रभु के वचन की ओर जाते हैं. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. आज हम आएंगे पहला पत्रस उसका तीसरा अध्याय. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ഭാഗം 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം. और मैंने मैसेज का शीर्षक इस तरह से लिखा, टाइटल मैंने इस तरह से दिया, कीज टू अ ब्लेस्ड लाइफ. എൻ്റെ ഈ സന്ദേശത്തിന്റെ തലക്കെട്ടായിട്ട് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് വേണ്ടിയ വിഷയങ്ങൾ. कीज टू अ ब्लेस्ड लाइफ. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ വേണ്ടിയ സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ. हम लोग एक धन्य जीवन पाने के लिए बहुत मेहनत करते हैं. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ ലഭിക്കുവാൻ നാം പ്രയത്നിക്കാറുണ്ട്. और हमें करना भी चाहिए. അങ്ങനെ പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. अगर हमें एक आईपीएस ऑफिसर बनना है, ഒരു IPS ഓഫീസർ ആകണമെങ്കിൽ उसके लिए हमें बहुत मेहनत करना पड़ता है. അതിനായിട്ട് നാം വളരെയധികം കഷ്ടപ്പെടേണ്ട അത്യാവശ്യം. बहुत पढ़ना पड़ता है. അത് കുറെ പഠിക്കേണ്ട ആവശ്യം. बहुत पैसा खर्च करना पड़ता है. കുറെ പണം ചെലവാക്കേണ്ടത് അത്യാവശ്യം. हम कुछ भी, अगर हमें कुछ अच्छा जॉब चाहिए, अच्छा नौकरी चाहिए, अच्छा पोजीशन चाहिए, हमें बहुत मेहनत करना पड़ता है. നമുക്ക് നല്ല ഒരു ജോലി വേണം, നല്ലൊരു സ്ഥാനത്തേക്ക് നാം എത്തണം. അതിനുവേണ്ടി എല്ലാം നാം പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. सांसारिक आशीष धन्य जीवन पाने के लिए हमें बहुत मेहनत करना पड़ता है. ലോകപരമായിട്ടുള്ള അത്തരത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ നാം അത്യധികമായിട്ട് പ്രയത്നിക്കേണ്ട അത്യാവശ്യമാണ്. अगर हम आत्मिक एक धन्य जीवन पाना चाहते हैं तो हमें इसके लिए भी बहुत मेहनत करना जरूरी है. അതുപോലെ തന്നെ ആത്മികമായിട്ട് നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കണമെങ്കിലും പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. मैं कैलकुलेशन कर रहा था कुछ दिन पहले. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ കണക്ക് കൂട്ടുകയായിരുന്നു. अगर हर हफ्ता हम आराधना के लिए 2 घंटा टाइम देते हैं, प्रार्थना मीटिंग के लिए 1 घंटा, प्रेयर मीटिंग के लिए 1 घंटा, हर हफ्ते में 4 से 5 घंटा हम सभा में हम टाइम बिताते हैं. ഞാൻ ഇങ്ങനെ കണക്കൂട്ടുകയായിരുന്നു. നാം ഒരാഴ്ചയിൽ ആരാധന യോഗത്തിന് വേണ്ടി 2 മണിക്കൂർ, പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി 1 മണിക്കൂർ, അങ്ങനെ ഓരോ മീറ്റിങ്ങിനും അത്തരത്തിലുള്ള സമയങ്ങൾ നാം മാറ്റിവെക്കുന്നു. अगर हम 80 साल जीते हैं, നാം ഒരു 80 വർഷം ഈ ലോകത്തിൽ ജീവിച്ചാൽ, और ये 5 घंटा 4 घंटा अगर हम हर हफ्ता प्रभु को देते हैं, ഈ 4-5 മണിക്കൂർ എല്ലാ ആഴ്ചയും കർത്താവിന് നാം കൊടുത്താൽ 80 साल में हम 3 साल सिर्फ हम प्रभु को दे पाते हैं. 80 വർഷം കഴിയുമ്പോഴത്തേക്കും 3 വർഷങ്ങൾ മാത്രമാണ് കർത്താവിന് നൽകുന്നത്. एक 3 साल का बेबी जितना बड़ा होता है उतना हमारा आत्मिक लाइफ होता है. ഒരു 3 വർഷം പ്രായമുള്ള കുഞ്ഞിന് എന്ത് വളർച്ചയുണ്ടോ അതാണ് നമ്മുടെ ആത്മിക വളർച്ച. 80 साल जीने के बाद 80 വർഷം ജീവിച്ചു കഴിഞ്ഞ്, और उल्टा जब हम देखते हैं डेली अगर हम 2 घंटा मोबाइल या टीवी और हर एक चीज में अलग अलग समय हम बिताते हैं, അതിന് നേരെ വിപരീതമായിട്ട് നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ ദിവസം മൊബൈലിലും ടിവിയിലും മറ്റു കാര്യങ്ങളിലും ചെലവാക്കുന്ന സമയങ്ങൾ ഒന്ന് കണക്കൂട്ടിയാൽ, अगर हम 80 साल जीते हैं 80 വർഷം നാം ജീവിച്ചാൽ हम 15 साल कम कर लेते हैं. അതിനകത്തുനിന്ന് 15 വർഷം നമുക്ക് കുറയ്ക്കാം. 80 साल में हम 65 ईयर्स से हम जी पाते हैं. 65 വർഷങ്ങൾ നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. अगर 2 घंटा टाइम वेस्ट करते हैं डेली मोबाइल के पीछे, तो हम 15 साल वहां पे हम माइनस हो जाते हैं हमारे जीवन से. എല്ലാ ദിവസവും 2 മണിക്കൂർ നാം മൊബൈൽ ഫോണിൽ സമയം ചെലവാക്കുകയാണെങ്കിൽ ഏകദേശം നമ്മുടെ 65 വർഷങ്ങൾ നാം കളയുകയാണ്. मैं विश्वास करता हूँ 2 घंटे से ज्यादा हम टाइम वेस्ट करते हैं, 4 घंटा 5 घंटा भी करते हैं. ഞാൻ മനസ്സിലാക്കുന്നത് 2 മണിക്കൂറല്ല, 4, 5, 6 മണിക്കൂർ നാം ചെലവാക്കുന്നുണ്ടായിരിക്കാം. तो मतलब हम देख पाते हैं कि 50 साल से उम्र हम ज्यादा जी नहीं पाते हैं. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും 50 വയസ്സിൽ കൂടുതൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നില്ല. 30 साल हम फालतू में हम मोबाइल के पीछे बिताते हैं. 30-40 വർഷങ്ങൾ നാം വെറുതെ വ്യർത്ഥമായിട്ട് മൊബൈലിന്റെ പുറകെയാണ്. 80 साल जीने के बाद 80 വർഷങ്ങൾ ജീവിച്ചതിന് ശേഷം आत्मिक रीति से हम 80 साल जीने के बाद 3 साल का बेबी बनते हैं. ആത്മികമായിട്ട് 80 വയസ്സ് നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ 3 വയസ്സിന്റെ ഒരു ശിശു സമാനം മാത്രമാണ്. अगर हमें धन्य जीवन चाहिए, एक आशीषित जीवन चाहिए, एक आशीषित परिवार चाहिए, एक आशीषित चर्च चाहिए, तो उसके लिए हमें बहुत टाइम बिताना जरूरी है प्रभु के साथ. നമുക്കൊരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിപരമായ ജീവിതം വേണമെങ്കിൽ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ വേണമെങ്കിൽ, കൂടിവരവൊക്കെയും വേണമെങ്കിൽ ദൈവത്തോട് കൂടുതൽ സമയം ചെലവാക്കേണ്ടത് അത്യാവശ്യമാണ്. जब हम पहला पत्रस 3 अध्याय 8 से 12 तक पढ़ते हैं, 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 8 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ वहां पे विश्वासी लोग थोड़ा डर रहे थे क्योंकि परसिक्यूशन उनके जीवन में आ चुके हैं. ആ സമയത്ത് ദൈവവിശ്വാസികൾ കുറച്ച് ഭയപ്പെട്ടിരുന്നു, കാരണം പീഡനങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചു. और विश्वासी लोग तितर बितर हो रहे थे, डर के वजह से इधर उधर भाग रहे थे, उनका विश्वास कमजोर हो रहे थे. ആ വിശ്വാസികള് അവിടെ ഭയം മൂലം അവിടെയും ഇവിടെയും അവര് ഓടിപ്പോകുകയായിരുന്നു, കാരണം അവരുടെ വിശ്വാസം ആ രീതിയിൽ കുറഞ്ഞ് പീഡനത്താൽ അവര് ഭാരപ്പെടുകയായിരുന്നു. और उस समय पत्रस विश्वासी लोगों को इनकरेज कर रहे, प्रोत्साहन दे रहे.
ആ സമയത്താണ് പത്രോസ് ആ വിശ്വാസികളെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. कि डरो मत, हमारा विश्वास जो है वो व्यर्थ नहीं है. താൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നമ്മുടെ വിശ്വാസം അത് വ്യർത്ഥമായി പോവുകയില്ല. हमारे पास एक आशीषित जीवन है, एक धन्य जीवन है. നമ്മുടെ പക്ഷം ഒരു അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമുണ്ട്. एक जीवित आशा है हमारे पास. ഒരു ജീവനുള്ള പ്രത്യാശ നമ്മുടെ പക്ഷമുണ്ട്. लेकिन कैसे वो धन्य जीवन, कैसे एक आशीषित जीवन हम पा सकते हैं, पत्रोस यहाँ पे हम उनको बताते हैं. എന്നാൽ എങ്ങനെ ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്ക് പ്രാപിക്കാം, ആ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. तो हम देखेंगे आज 3 पॉइंट्स को देखेंगे, 3 चाबी कुंजिया को देखेंगे या कीज को देखेंगे कि कैसे पतरस उन विश्वासी को इनकरेज कर रहे हैं धन्य जीवन पाने के लिए. അത്തരത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാൻ പത്രോസ് എങ്ങനെയാണ് ആ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത്, അതിനുള്ള 3 കാര്യങ്ങൾ, 3 താക്കോൽ വിഷയങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. How to have a blessed life or blessed family. എങ്ങനെയാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമോ കുടുംബമോ നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കുന്നത്? पहला पतरस 3 अध्याय 10 और 11 को पढ़ेंगे. 1 പത്രോസ് 3 അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം. അവൻ ദോഷമിട്ടവന് കൊല ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് മതി. यहाँ पे बोल रहा है turn from evil and do good. ഇവിടെ നാം വായിക്കുന്നത് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുവാനുള്ള ആഹ്വാനം. खराब चीजों से आप बाहर निकलो और अच्छे काम करो. ആ ദോഷം വിട്ടകന്ന് നന്മയെ, നല്ലത്, ഗുണമുള്ളത് ചെയ്യുക. हम तो अच्छे काम कर नहीं सकते. നമുക്ക് നന്മ ചെയ്യുവാൻ സാധ്യമല്ല. तो पहला जो पॉइंट मैंने इस तरह से दिया, we need to have a good personal relationship with God. ആദ്യത്തെ ഒരു വിഷയം ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവത്തോട് ഒരു നല്ല നന്മയുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണം. जब तक हम प्रभु यीशु मसीह के साथ, परमेश्वर के साथ एक अच्छा रिश्ता हम नहीं निभा पाते, तब तक हमारा रिलेशन प्रभु के साथ नहीं बनते हैं. കർത്താവായ യേശു ക്രിസ്തുവിനോട് വ്യക്തിപരമായിട്ട് ഒരു നല്ല ബന്ധം നമുക്കില്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് സഞ്ചരിക്കുവാൻ സാധ്യമല്ല. और जब तक एक अच्छा रिलेशन नहीं बन पाते, तब तक हमें एक अच्छा धन्य जीवन हमें नहीं मिल सकता है. ഒരു നല്ല ബന്ധം കർത്താവുമായിട്ടില്ലെങ്കിൽ നമുക്കൊരു ധന്യമായിട്ടുള്ള ജീവിതം ജീവിക്കുവാനും സാധ്യമല്ല. प्रभु यीशु मसीह को अपना उद्धारकर्ता करके हमें एक धन्य जीवन में हम प्रवेश करते हैं. നാം കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമ്പോൾ ആ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. और उसके साथ जब हम चलते हैं, रिश्ता बनते हैं, हमें धन्य जीवन का महसूस हम कर पाते हैं धीरे धीरे. നാം കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ ആ ബന്ധം അനുഭവിക്കുവാൻ സാധിക്കുന്നു. बट कैसे हम एक रिलेशनशिप प्रभु के साथ हम बन सकते हैं? എന്നാൽ എങ്ങനെയാണ് കർത്താവുമായിട്ട് ആ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ സാധിക്കുന്നത്? मेरे साथ खोलिए यूहन्ना उसका 15 अध्याय और 4 पद. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 4 വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 14 അധ്യായം അതിന്റെ 4 വാക്യം. यूहन्ना 15 अध्याय 4 पद. ഞാൻ പോകുന്നിടത്തേക്ക് ഉള്ള വഴി നിങ്ങൾ അറിയുന്നു. തോമസ് അവരുടെ കർത്താവിനെ ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. Abide in me. അവിടെ നാം വായിക്കുന്നത്, നിങ്ങൾ എന്നിൽ വസിക്കുക, मेरे साथ लिपटे रहो. എന്നിൽ വസിക്കുക, ചേർന്ന് നിൽക്കുക. मैं दाखलता हूं, तुम डालिया हो. ഞാൻ അവിടെ വായിക്കുന്നത്, ഞാൻ മുന്തിരി मेरे बिना ചെടിയും മുന്തിരി വള്ളിയും നിങ്ങളായി തീരുക. मेरे बिना तुम फल नहीं ला सकते. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഫലം കൊണ്ടുവരുവാൻ സാധ്യമല്ല. अगर हमें प्रभु यीशु मसीह के साथ एक अच्छा रिलेशन बनाना है, तो उनके साथ लिपटे रहना है, अबाइड होना है. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് നല്ല ഒരു ബന്ധം നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. अगर एक धन्य फैमिली, एक धन्य जीवन पाना चाहते, धन्य कलीसिया पाना चाहते, हम उनके साथ हमें लिपटे रहना है. നല്ലൊരു കുടുംബം, നല്ലൊരു ജീവിതം, നല്ലൊരു സഭയായിട്ട് നാം തീരുന്നുവെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. अगर उनके साथ लिपटे नहीं रहेंगे, अबाइड नहीं होंगे, तो हम एक धन्य जीवन नहीं पा सकते. കർത്താവിനോട് വസിക്കുന്നില്ലെങ്കിൽ, ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ അവനിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധ്യമല്ല. जेम्स याकूब की पत्री उसका 4 अध्याय 8 पद को पढ़ेंगे. യാക്കോബിന്റെ ലേഖനം 4 അധ്യായം അതിന്റെ 8 വാക്യം കൂടി ഒന്ന് വായിക്കാം. യാക്കോബ് 4 അധ്യായം 8 വാക്യം. ദൈവത്തോട് അടുത്തിരുന്നവരെ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെളുപ്പാക്കുകയും ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും.
यहाँ पे बोल रहे ड्रॉ नियर टू गॉड एंड ही विल ड्रॉ नियर टू यू. 8-ാം വാക്യത്തിൽ വായിച്ച ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. फिर बोलता है यू डबल माइंडेड. അവിടെ വായിക്കുന്നത് നിങ്ങൾ ഇരുമനസ്സുള്ളവരെ, तुम मन फिराओ. നിങ്ങളുടെ ഹൃദയങ്ങളെ, दोगलापन लोग तुम मन फिराओ. ഇരുമനസ്സുള്ളവരെ നിങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റി വരിക, प्रभु के करीब आओ. ദൈവത്തോട് അടുത്ത് നിങ്ങൾ വരിക, फिर प्रभु तुम्हारा करीब आएगा. എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. अगर हमें एक अच्छा रिलेशन में रहना है तो हमें प्रभु के करीब आना है. നാം ദൈവത്തോട് നല്ല ഒരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അവന്റെ അടുത്തേക്ക് വരുവാൻ അത്യാവശ്യമാണ്. अगर हमें एक अच्छा फैमिली चाहिए, अच्छा जीवन चाहिए, धन्य जीवन चाहिए तो हमें प्रभु से लिपटे रहना है. നല്ലൊരു കുടുംബം വേണമെങ്കിൽ, നല്ലൊരു ജീവിതം വേണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് വസിക്കേണ്ടത് അത്യാവശ്യമാണ്. प्रभु डेली हमारे लिए इंतजार करते हैं कि हम प्रभु से बात करें. കർത്താവ് എല്ലാ ദിവസവും കാത്തിരിക്കുന്നത് നാം ദൈവത്തോട് സംസാരിക്കുവാൻ വേണ്ടി. प्रभु चाहते हैं कि हम उनके साथ लिपटे रहे डेली. കർത്താവ് ആഗ്രഹിക്കുന്ന എല്ലാ ദിവസവും കർത്താവിനോട് നാം ചേർന്ന് നിൽക്കണം എന്നുള്ളത്. प्रतिदिन प्रभु चाहते हैं कि हम उनसे बात करें. प्रभु हमसे बात करना चाहते हैं. എല്ലാ ദിവസവും കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് സംസാരിക്കണം, ദൈവം നമ്മോട് സംസാരിക്കണം. लेकिन हमारे पास टाइम नहीं है. എന്നാൽ നമുക്ക് സമയമില്ല. हम प्रभु को बोलते हैं प्रभु आज मुझे माफ करना, आज मेरे पास टाइम नहीं है, मैं शाम को काम से आके मैं आपके साथ समय बिताऊंगा. നാം ദൈവത്തോട് പറയും, കർത്താവ് ഇന്ന് ക്ഷമിക്കണം, ഇന്ന് എനിക്ക് സമയമില്ല, എന്റെ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഞാൻ സമയം प्रभु ചെലവാക്കും. हमारे लिए अपेक्षा करते रहते हैं. കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. रात को हम थक जाते हैं, आके सो जाते हैं. വൈകുന്നേരം നാം ക്ഷീണിക്കും, വന്ന് കിടന്നുറങ്ങും. प्रभु से बोलते हैं प्रभु माफ करना, कल सुबह उठ के मैं आपके साथ समय बिताऊंगा. കർത്താവിനോട് വീണ്ടും പറയും, കർത്താവ് നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ സമയം ചെലവാക്കാം. प्रभु पूरा रात हमारे लिए वेट करते हैं, सुबह उठ के हमारे लिए वेट करते हैं कि मेरा बेटा मुझसे बात करेंगे. കർത്താവ് ആ രാത്രി മുഴുവൻ കാത്തിരിക്കും, രാവിലെ എന്റെ മകൻ മകൾ എന്നോട് സംസാരിക്കുമെന്ന്. फिर नेक्स्ट डे वही है, प्रभु मेरे पास टाइम नहीं है, मुझे ऑफिस जाना है, बच्चों को स्कूल छोड़ना है, ये करना है, वो करना है. हम प्रभु के एक्सक्यूज देते हम निकल जाते हैं. വീണ്ടും അടുത്ത ദിവസം രാവിലെ ഞാൻ പറയും, കർത്താവേ ഞങ്ങൾക്ക് അനേകം കാര്യങ്ങളുണ്ട്, മക്കളെ സ്കൂളിൽ വിടണം, അനേക ജോലികളുണ്ട്, ഞാൻ വീണ്ടും വരാം. डेली हम प्रभु को एक्सक्यूज देते हैं. എല്ലാ ദിവസവും ഒഴിവുകൾ കർത്താവിനോട് നാം പറയും. हमारे पास टाइम नहीं है. സമയമില്ല. प्रभु हमारे लिए टाइम निकल के हमसे बात करना चाहते हैं. കർത്താവിന്റെ സമയം നമുക്ക് വേണ്ടി നൽകി കർത്താവ് സംസാരിക്കുവാൻ हम ആഗ്രഹിക്കുന്നു. जब ऐसा उसका पहला अध्याय और 18 पद को पढ़ते हैं, യെശയ്യാപ്രവചനം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ वहां पे इस तरह से लिखा है लेट्स रीजन टुगेदर, आओ हम बात भी बात करें. അവിടെ വായിക്കുന്നത് നമുക്ക് പരസ്പരം സംസാരിക്കാം എന്നുള്ളത്. प्रभु हमसे बहुत इंटरेस्ट रखते हैं कि वो चाहते हैं कि हम उनसे बातचीत करें. കർത്താവ് വളരെ താല്പര്യത്തോടെ ആഗ്രഹിക്കുന്നത് നാം ദൈവത്തോട് സംസാരിക്കണം എന്നുള്ളത്. हमारे पास टाइम नहीं है. നമുക്ക് സമയമില്ല. अगर हमें एक अच्छा जीवन चाहिए, एक अच्छा रिलेशन बनाना है, हम उनसे जुड़े रहना है, लिपटे रहना है. ഒരു നല്ല ജീവിതം വേണമെങ്കിൽ, നല്ലൊരു സംബന്ധം ദൈവമായിട്ട് വേണമെങ്കിൽ അവനോട് ചേർന്ന് നിൽക്കുന്നത് അത്യാവശ്യമാണ്. अच्छा जीवन पाने के लिए हमें और एक काम करना जरूरी है. നല്ല ജീവിതത്തിന് വേണ്ടി മറ്റൊരു കാര്യം കൂടെ ചെയ്യണം. अच्छा रिलेशन बनाने के लिए और एक काम हमें करना है. നല്ല ബന്ധത്തിന് വേണ്ടി ഒരു കാര്യം കൂടെ നാം ചെയ്യണം. पहला पत्रस 2 अध्याय 2 पद और 3 पद. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 2-ാം അധ്യായം 2ഉം 3ഉം വാക്യങ്ങൾ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വരുവാൻ വചനമെന്ന് മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. കർത്താവ് ദയാലുവിൽ നിന്നും दूसरा वचन में ऐसे लिखा है, पहला पत्रस 2 अध्याय 2 वचन में, नए जन्मे हुए बच्चों के समान निर्मल और आत्मिक दूध की लालसा करो. അവിടെ നാം വായിച്ചത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ That means വാഞ്ചിക്കുവിൻ. growing in the word of God. കർത്താവിന്റെ വചനത്തിൽ വളരുവാൻ. अगर हम एक छोटे बच्चे की तरह अगर दूध का लालसा नहीं करेंगे उस वचन के ऊपर, तो हम प्रभु से हम बढ़ नहीं सकते. प्रभु के हम एक आत्मिक जीवन हम नहीं पा सकते, आशीषित जीवन हम नहीं पा सकते. ഒരു ജനിച്ച ശിശുവിനെ പോലെ ആ പാലിനായി അത് കാംക്ഷിക്കുന്നത് പോലെ നമുക്ക് ആ ആഗ്രഹമില്ലെങ്കിൽ കർത്താവിൽ വളരുവാൻ അസാധ്യമാണ്. हमारी एक बच्ची है, छोटी सी 15 महीने की बच्ची है, वो हमेशा दूध के लिए वो लालसा रखती है, मुझे दूध चाहिए, दूध चाहिए. ഞങ്ങൾക്കൊരു മകളുണ്ട്, 15 മാസമേ ആയിട്ടുള്ളൂ, എപ്പോഴും ആ പാലിന് വേണ്ടി വാഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. आज हमारे जीवन में वो लालसा खत्म हो रहा है. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ അത്തരത്തിലുള്ള ആഗ്രഹം ഇല്ലാതെ പോവുകയാണ്. वो दूध का लालसा, वो वचन का लालसा हमारे जीवन में धीरे धीरे खत्म होते जा रहा है. ആ പാലിനായിട്ടുള്ള ആഗ്രഹം, വചനത്തിനായിട്ടുള്ള വാഞ്ച ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. अगर आप एक धन्य जीवन पाना चाहते तो हमें प्रभु का वचन का लालसा रखना बहुत जरूरी है. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ കാംക്ഷ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. हिंदी में ऐसे बोलते हैं कि उसका लत लगना चाहिए, लत नशा होना चाहिए.
ഹിന്ദിയിൽ ഇങ്ങനെ പറയും, ആ ഒരു വിഷയത്തിൽ നാം അതിന് അടിമപ്പെട്ട് അതിനോട് ചേർന്ന് പോകേണ്ട അത്യാവശ്യമാണ്. जब तक प्रभु का वचन का नशा ना होगा हमारे जीवन में, तब तक हम प्रभु के साथ एक अच्छा रिलेशन में और एक धन्य जीवन में प्रवेश नहीं कर सकते. ദൈവവചനത്തിന്റെ അടിമകളായിട്ട് അതില്ലാതെ ഒഴിവാക്കി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാം മുമ്പോട്ട് പോകണം. അങ്ങനെയാണ് സംബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ സാധിക്കുന്നത്. तीसरा और एक काम हमें करना है, മൂന്നാമത് ഒരു കാര്യം കൂടെ നാം ചെയ്യണം. और वो है 12 वचन को पढ़िए. तीसरा अध्याय 12 वचन. മൂന്നാം അധ്യായം 1 പത്രോസ് അതിന്റെ 12 വാക്യം കൂടെ ഒന്ന് വായിക്കാം. 12. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ പേരും അവരുടെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തന്നിരിക്കുന്നു. കർത്താവിന്റെ മുഖം വിശ്വാസികൾക്ക് അനുകൂലമായിരിക്കും. Spend time in prayer. പ്രാർത്ഥനയിൽ സമയം ചെലവാക്കുക. हमारे पास बहुत चीजों के लिए समय है, लेकिन प्रार्थना के लिए हमारे पास समय नहीं है. അനേകം കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയമുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കുവാൻ സമയമില്ല. हमारे शादी अटेंड करने के लिए समय है, നമുക്ക് വിവാഹ ശുശ്രൂഷ പങ്കെടുക്കുവാൻ സമയമുണ്ട്, बर्थडे अटेंड करने के लिए समय है, ബർത്ത്ഡേ അറ്റൻഡ് ചെയ്യാൻ സമയമുണ്ട്, किसी फेमस जगह में जाने के लिए समय है, ഒരു പ്രത്യേക സ്ഥലത്ത് പോകുവാൻ സമയമുണ്ട്, बहुत कुछ करने के लिए समय है, അനേക കാര്യങ്ങൾ ചെയ്യുവാൻ സമയമുണ്ട്, लेकिन प्रार्थना करने के लिए समय नहीं है. എന്നാൽ പ്രാർത്ഥിക്കുവാൻ സമയമില്ല. 12 वचन में ऐसा कहते हैं, प्रभु का नजर हम पर बनी है कि हम कितना प्रार्थना में समय बिता रहा है. 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാ വായിക്കുന്നത്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ എപ്പോഴും ഉണ്ട്, നാം എത്ര സമയം പ്രാർത്ഥിക്കുവാൻ ചെലവാക്കുന്നു എന്നുള്ളത്. मैंने पहले कहा, अगर धन्य जीवन पाना चाहते हैं, हमें मेहनत करना बहुत जरूरी है. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ജീവിക്കണമെങ്കിൽ കുറച്ച് പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ്. चाहे आत्मिक रीति से हो, चाहे शारीरिक रीति से हो, आपको मेहनत करना जरूरी है धन्य जीवन पाने के लिए. ആത്മികമായിട്ടുള്ള കാര്യമാണെങ്കിലും ശാരീരികമായിട്ടുള്ള കാര്യമാണെങ്കിലും പ്രയത്നിക്കേണ്ടത് അത്യാവശ്യമാണ് ധന്യമായിട്ടുള്ള ജീവിതം പ്രാപിക്കുവാൻ. ब्लेसड लाइफ पाने के लिए हमें और एक चाबी को हम देंगे. पहला चाबी हमने देखा, we need to have a good personal relationship with God. ആദ്യത്തെ കാര്യം നാം കണ്ടത്, വ്യക്തിപരമായിട്ടുള്ള ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടാകണം. हम दूसरा चाबी को हम देखेंगे. രണ്ടാമത്തെ ആ ഒരു താക്കോൽ നമുക്ക് കാണുവാൻ A സാധിക്കും. good relationship with God transforms us into likeness of Christ. ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം ദൈവത്തിന്റെ സ്വരൂപത്തോട് നമ്മെ ചേർക്കുകയാണ്. A good relationship with God transforms us into likeness of Christ. ഒരു ദൈവവുമായിട്ടുള്ള നല്ല ബന്ധം കർത്താവിന്റെ ക്രിസ്തുവിന്റെ ഒരു സ്വഭാവത്തോട് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. जब हम प्रभु के साथ समय बिताते हैं, നാം ദൈവത്തോട് സമയം ചെലവാക്കുമ്പോൾ, जब हम वचन का नशा हमारे जीवन में होती है, ആ ദൈവവചനത്തിന്റെ അടിമകളായി തീരുമ്പോൾ, जब हम प्रार्थना में समय बिताते हैं, പ്രാർത്ഥനയിൽ നാം സമയം ചെലവാക്കുമ്പോൾ, तब हमारे जीवन को वो ट्रांसफॉर्म करते हैं. നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുകയാണ്. मेरे साथ पढ़िए तीसरा अध्याय उसका 8 वचन 8. മൂന്നാം അധ്യായം തന്നെ 8-ാം വാക്യം നമുക്ക് ഇനി വായിക്കാം. 8-ാം വാക്യം. यहाँ पे 5 स्वभाव के बारे में हम देखते हैं. ഇവിടെ 3 സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. अगर हम प्रभु के साथ अच्छा रिलेशन में है, तो ये 5 स्वभाव हमारे जीवन में आना अनिवार्य है. നമുക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ ഈ 5 കൂട്ട സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായിട്ട് കടന്നു വരണം. पहला स्वभाव, ആദ്യത്തേത്, सबके सब एक मन की हो, वन माइंड. എല്ലാവരുമായിട്ടും ഐക്യമത്യമുണ്ടവർ, यूनिटी ऑफ माइंड. ഐക്യതയുള്ളവർ മനസ്സിൽ. मान लीजिए आपके एक परिवार है और उसमें 3-4 बच्चे भी है, 5 बच्चे भी है. ഒരു കുടുംബം ഉണ്ടായിരിക്കുന്നു വിചാരിക്കുക, അവിടെ 4-5 മക്കളുണ്ട്. और उस परिवार में अगर एकता नहीं है, एक मन नहीं है, क्या वो परिवार आगे बढ़ सकता है? അവിടെ ഐക്യതയില്ലെങ്കിൽ, ഒരു മനസ്സില്ലെങ്കിൽ ആ കുടുംബത്തിന് മുൻപോട്ട് പോകുവാൻ സാധിക്കുമോ? बढ़ सकता है. സാധിക്കുമോ? अगर वो कुछ काम करना चाहते, बड़ा काम, अगर सबके सब एक मत नहीं है, सारे बच्चों एक मत में नहीं है, तो क्या वो काम आगे कर सकता है? അവർ ഒരു വലിയ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഒരുമിച്ച് ഐക്യതയോടെ നിൽക്കുന്നില്ലെങ്കിൽ അവർക്ക് ആ കാര്യം ചെയ്യുവാൻ സാധിക്കുമോ? अगर हमारे परिवार में एक मत नहीं है, तो हमारा परिवार आगे नहीं बढ़ सकता है. നമ്മുടെ ആ കുടുംബത്തിൽ ഒരു ഏക മനസ്സില്ലെങ്കിൽ, ഐക്യതയില്ലെങ്കിൽ മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. अगर हमारे कलीसिया में एकता नहीं है, तो हम प्रभु का काम को हम आगे नहीं बढ़ा सकते हैं. वो एक धन्य कलीसिया हमें नहीं बन सकते हैं. നമ്മുടെ സഭയിൽ ഐക്യതയില്ലെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട വേല ചെയ്യുവാൻ സാധ്യമല്ല, ദൈവത്തിന്റെ പദ്ധതികൾ നിർവഹിക്കുവാൻ സാധ്യമല്ല. वन माइंड होना जरूरी है.
ഏക മനസ്സ് ഉണ്ടാവേണ്ടത് അത്യാവശ്യം. अगर आप कुछ काम करना चाहते, महत्वपूर्ण काम, अगर प्रभु का काम भी करना चाहते, हमें एक मन होना जरूरी है. ഒരു പ്രത്യേക വേല നാം ചെയ്യണമെങ്കിൽ, ദൈവത്തിന്റെ വേല ചെയ്യണമെങ്കിൽ ഏക മനസ്സുള്ളവരായി തീരേണ്ടത് അത്യാവശ്യമാണ്. जैसे पिता, पुत्र और पवित्र आत्मा का एक ही इच्छा था, एक ही मन था कि हम उद्धार का काम को कंप्लीट करें. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെയും ആ ത്രിയേക ദൈവത്തിന്റെ ഏക മനസ്സ് പോലെ ആ രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ. अगर प्रभु यीशु मसीह पिता को बोलते कि नहीं, मुझे क्रूस पर नहीं चढ़ना है, नहीं मरना है, लेकिन आप अपने उद्धार का काम कंप्लीट करो. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ കാൽവരി ക്രൂശിൽ കയറുന്നില്ല, താങ്കൾ തന്റെ വേല പൂർത്തീകരിക്കുക എന്നുള്ളത്, क्या उद्धार का काम कंप्लीट होता? രക്ഷണ്യ വേല പൂർത്തീകരിക്കാമായിരുന്നു. अगर पवित्र आत्मा बोलते कि नहीं, मैं नहीं करूंगा, मैं आपके आज्ञा का पालन नहीं करूंगा, क्या उद्धार का काम कंप्लीट होता? പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുന്നില്ല, നമ്മുടെ രക്ഷണ്യ പ്രവൃത്തി പൂർത്തീകരിക്കുമോ? आपके और मेरे उद्धार होते? നമ്മുടെ രക്ഷ സാധ്യമാകുമോ? प्रभु यीशु मसीह, पवित्र आत्मा और पिता परमेश्वर का एक ही इच्छा था कि मनुष्य जाति का उद्धार हो. കർത്താവായ യേശു ക്രിസ്തുവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പിതാവായ ദൈവത്തിന്റെയും ഒരേ ഒരു ആഗ്രഹമായിരുന്നു മനുഷ്യരാശി രക്ഷിക്കപ്പെടണം എന്നുള്ളത്. अगर हम भी प्रभु के लिए कुछ काम करना चाहते हैं, प्रभु के लिए एक धन्य फैमिली बनाना चाहते हैं, एक धन्य कलीसिया बनाना चाहते हैं, तो हमें एक मन रहना बहुत जरूरी है. നാമും ദൈവത്തിന് വേണ്ടി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു സഭയായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. दूसरा, രണ്ടാമത്തെ കാര്യം, हिंदी में कृपामय लिखा है सिंपैथी. അവിടെ ഹിന്ദിയിൽ കൃപ എന്ന എഴുതി വച്ചിരിക്കുന്നത്. कृपा दिखाना बहुत जरूरी है. സഹതാപം കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. प्रभु यीशु मसीह कैसे हम पर कृपा दिखाया? കർത്താവ് നമ്മോട് കൃപയും സഹതാപവും കാണിച്ചതുപോലെ, जब हम निर्बल ही थे, प्रभु यीशु मसीह उस समय हम पर दया दिखाया, कृपा दिखाया. നാം ബലഹീനരായിരുന്നപ്പോൾ ആണ് കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൃപയും ദയയും കാണിച്ചത്. हम एक दूसरे को कृपा दिखाने के लिए हम बहुत दूर रह जाते हैं. നാം പരസ്പരം ആ രീതിയിലുള്ള കൃപയും സഹതാപവും കാണിക്കുവാൻ വളരെ അകലമുള്ളവരാണ്. हमें कृपा दिखाना जरूरी है. സഹതാപവും കൃപയും जब കാണിക്കണം. हम एक दूसरे को कृपा नहीं दिखाते, हम कैसे अपेक्षा करते कि प्रभु यीशु मसीह हम पर कृपा दिखाए? നാം പരസ്പരം ആ രീതിയിൽ കൃപയിലും സഹതാപത്തോടും ജീവിക്കുന്നില്ലെങ്കിൽ കർത്താവ് നമ്മോട് കൃപ കാണിക്കുവാൻ എങ്ങനെ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും? अगर हम प्रभु यीशु मसीह के साथ लिपटे हैं, वो स्वभाव हमारे जीवन में आना जरूरी है कि हम एक दूसरे को कृपा दिखाएं. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ മറ്റുള്ളവരോട് കൃപയും സഹതാപവും കാണിക്കുന്നവരായിരിക്കണം നാം. तीसरा, മൂന്നാമത്, भाईचारे का प्रेम, സഹോദര പ്രീതി. ब्रदरली लव. അവിടെ സഹോദര പ്രീതിയുള്ളവരായി തീരും. अगेन, एक परिवार में अगर 4-5 भाई है, ഒരു കുടുംബത്തിൽ 4-5 സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ उसमें मारपीट होता है, झगड़ा होता है, बहुत कुछ होता है. അവർക്ക് പിണക്കവും അടികളും വ്യത്യാസങ്ങളും ഒക്കെയും ഉണ്ട്. क्या हम वो अनंत काल के या जब तक जिएंगे तब तक वो हमारे जीवन में वो झगड़ा, वो मारपीट बने रहते हैं? അത്തരത്തിലുള്ള വഴക്കുകൾ ആ ജീവിതകാലം മൊത്തം നിലനിൽക്കുന്നതാണോ? अगर सुबह मारपीट होता है, शाम तक हम गले लगा के बोलते हैं ये मेरा भाई है. अगर कोई दूसरा कुछ कहे तो मैं सह नहीं सकता इसके बारे में. രാവിലെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നതെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ആ സഹോദരനെ കെട്ടിപ്പിടിച്ച് പ്രയാസമില്ല, മറ്റൊരു ആ രീതിയിൽ നമുക്ക് ചേർന്ന് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കടന്നു വരുന്നത്. क्योंकि ये मेरा भाई है. കാരണം അതെന്റെ സഹോദരനാണ്. मैं कुछ भी कह सकता हूँ, लेकिन दूसरा कोई इसके बारे में कुछ नहीं कह सकता है. എനിക്ക് അവനോട് എന്തും സംസാരിക്കാം, എന്നാൽ മറ്റാരും അവനെ ചോദ്യം ചെയ്യുവാൻ സാധ്യമല്ല. क्योंकि हमारा आपस में क्या है? प्रेम है. കാരണം പരസ്പരം ഞങ്ങൾക്ക് സ്നേഹമുണ്ട്. एक ही पिता माता का संतान है हम. ഒരേ മാതാവും ഒരേ പിതാവിന്റെയും മക്കളാണ് ഞങ്ങൾ. इसीलिए हमारे अंदर भाईचारे का प्रेम है. അതുകൊണ്ടാണ് സഹോദര പ്രീതിയുള്ളത്. अगर भाई मेरे विरुद्ध में कुछ करता है, मैं उसको डांटूंगा, मारूंगा, लेकिन फिर भी उसको मैं गले लगाऊंगा. ഈ സഹോദരൻ എനിക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ ശകാരിക്കും, അത് അനുശാസിക്കും, എന്നാൽ വീണ്ടും ചേർന്ന് നിൽക്കും. आजकल भाईचारे का प्रेम कम होते जा रहे हैं. എന്നാൽ ഈ കാലഘട്ടത്തിൽ സഹോദര പ്രീതി വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടം. हम स्वार्थी बनते जा रहे हैं. നാം സ്വാർത്ഥന്മാരായി തീരുകയാണ്. ऐसा नहीं कि हमारे अंदर प्रेम नहीं है. സ്നേഹമില്ല എന്നുള്ളതല്ല, हमारे अंदर प्रेम है, लेकिन उन्हीं को हम प्रेम करते हैं जिससे हम पसंद करते हैं, वो हमें पसंद करते हैं. എന്നാൽ നാം സ്നേഹിക്കുന്നവരോ ചില പ്രത്യേക കൂട്ടം ആൾക്കാരെ, നമുക്ക് ഇഷ്ടമുള്ളവരെ മാത്രം. बट अदर्स को हम अपना प्रेम नहीं दिखाना चाहते. മറ്റുള്ളവരോട് നമ്മളെ സ്നേഹം നാം കാഴ്ചവെക്കാറില്ല. कहाँ है फिर ब्रदरली लव? പിന്നെ എവിടെയാണ് സഹോദര പ്രീതി? प्रभु यीशु मसीह हमें उद्धार दिया, पवित्र आत्मा ने हमें वो सहभागिता दिया कि हम एक बने, उस पिता का संतान बने. हम अलग भाषा बोलने वाले लोग हैं, लेकिन उसी आत्मा के जरिए हमें एक ही पिता का संतान होने का अधिकार दिया. കർത്താവ് യേശു ക്രിസ്തു നമുക്ക് രക്ഷയെ നൽകി, പരിശുദ്ധാത്മാവ് ആ കൂട്ടായ്മ നമുക്ക് നൽകുന്നു, ഒരേ പിതാവിന്റെ മക്കളാക്കി തീർത്തിരിക്കുകയാണ്.
तो हम भाई भाई नहीं हुए? നാം സഹോദരങ്ങളല്ലേ? आत्मिक रीति से हम भाई नहीं है? ആത്മീകമായിട്ട് നാം സഹോദരങ്ങളല്ലേ? तो क्यों हम एक भाई दूसरे भाई के बारे में गलत कुछ कहते हैं? പിന്നെ എന്തുകൊണ്ടാണ് ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെ കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്? एक बहन दूसरा बहन के बारे में गलत कुछ कहते हैं। ഒരു സഹോദരി മറ്റൊരു സഹോദരിയെ കുറിച്ച് മോശമായിട്ടുള്ള വാക്കുകൾ പറയുന്നു. हम एक दूसरे के बारे में बदनाम करते हैं जिसको हमें पसंद नहीं है। നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ആ രീതിയിൽ താഴ്ത്തിക്കെട്ടേണ്ടത് ആവശ്യമുണ്ട്. क्या प्रभु ने हमें ऐसा प्रेम दिखाया? കർത്താവ് നമ്മോട് അത്തരത്തിലുള്ള സ്നേഹമാണോ കാഴ്ചവെച്ചത്? हम पापी ही थे उस समय प्रभु यीशु मसीह ने हमारे लिए जान दिया। നാം പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. हम निर्बल ही थे उसी समय प्रभु ने हमसे प्रेम किया। നാം ബലഹീനരായിരുന്നപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചു. जब हम शत्रु होते हुए भी प्रभु से हम माफी चाहते हैं, शत्रु होते हुए भी प्रभु यीशु मसीह हमसे प्रेम करते, क्यों हम एक दूसरे को प्रेम करने में चूक जाते हैं? ശത്രുക്കളായിരുന്നിട്ടും കർത്താവ് നമ്മെ സ്നേഹിച്ചു. പരസ്പരം നാം അത്തരത്തിലുള്ള സ്നേഹം കാഴ്ചവെക്കുവാൻ പലപ്പോഴും വീഴ്ചയുള്ളവരാണ്. ये स्वभाव हमारे अंदर आना जरूरी है। ഈ സ്വഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. फिर हम देखते हैं करुणामय। മൂന്നാമത് പിന്നെ നാം കാണുന്നത് प्रभु यीशु മനസ്സലിവ്. प्रभु यीशु मसीह करुणा दिखाया। കർത്താവ് മനസ്സലിഞ്ഞു. हमें एक दूसरे के ऊपर करुणा दिखाना जरूरी है। പരസ്പരം മനസ്സലിവുള്ളവരായിരിക്കണം. और तीसरा है नम्र, പിന്നെ വിനയബുദ്ധിയുള്ളവർ. हम्बल। प्रभु यीशु मसीह ने अपने आप को हम्बल किया। കർത്താവ് വിനയമുള്ളവനായിട്ട് നമ്രതയുള്ളവനായിട്ട് തീർന്നു. हमें बड़ा स्थान चाहिए, നമുക്ക് വലിയ പദവി വേണം, हमें बड़ा सीट चाहिए, വലിയ കസാര വേണം, हमें रिस्पेक्ट चाहिए, ആദരവ് വേണം, हमें सब कुछ चाहिए, എല്ലാം വേണം. लेकिन हम अपने आप को नम्र नहीं कर सकते। എന്നാൽ നമ്മളെ തന്നെ വിനയപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. प्रभु यीशु मसीह कहता है जो अपने आप को बड़ा बनना चाहते हैं वो दूसरे की दास बने, अपने आप को छोटा करे, हम्बल करे। കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്, വലിയവൻ ആവാൻ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ ഏറ്റവും ദാസരൂപം, ദാസന്റെ വേല ചെയ്യണം. बड़ा तो बनना चाहते हैं लेकिन नम्र नहीं बनना चाहते। വലിയവരാകുവാൻ നാം ആഗ്രഹിക്കുന്നു, എന്നാൽ വിനയബുദ്ധിയുള്ളവരാകുവാൻ ആഗ്രഹിക്കുന്നു. प्रभु यीशु मसीह राजाओं का राजा है, प्रभु का प्रभु है, सारे सृष्टि का मालिक है। वो इतना महान होते हुए वो अपने आप को दास का रूप धारण किया, वो अपने आप को नम्र बनाया। രാജാതി രാജനായിരിക്കുന്ന കർത്താതി കർത്തനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തി ഒരു ദാസരൂപം എടുത്തു. हम कौन हैं? നാം ആരാണ്? लेकिन हम घमंड करते हैं। എന്നാൽ നാം നിഗളിക്കുന്നു. बड़ा बनना चाहते हैं लेकिन नम्र बनना नहीं चाहते। വലിയവരാകുവാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ വിനയമുള്ളവർ ആകുവാൻ ആഗ്രഹിക്കുന്നു. अगर आप बड़ा बनना चाहते, मैं अगर बड़ा बनना चाहता हूँ तो मुझे अपने आप को नम्र करना बहुत जरूरी है। ഞാൻ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ തന്നെ വിനയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. प्रभु यीशु मसीह का तभी उस महान स्थान को मिला है क्योंकि वो अपने आप को नम्र किया, पिता का आज्ञा का पालन किया। കർത്താവായ യേശുക്രിസ്തുവിന് ഏറ്റവും വലിയ സ്ഥാനം ലഭിച്ചത് തന്റെ പിതാവിന്റെ ആ വാക്ക് അനുസരിച്ചത് കൊണ്ടാണ്. आपको अगर वो बड़ा स्थान चाहिए और मुझे अगर वो बड़ा स्थान चाहिए तो हमें अपने आप को नम्र करना जरूरी है। നിങ്ങൾക്കും എനിക്കും ആ വലിയ സ്ഥാനം വേണമെങ്കിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. और ये जो दोनों स्वभाव है, ये पॉजिटिव हो और नेगेटिव हो, दोनों इफेक्ट करते हैं हमारे परिवार में, हमारे चर्च में, हमारे सोसाइटी में, हमारे ऑफिस में, ये सब इफेक्ट होते हैं। ഈ രണ്ട് പ്രത്യേക സ്വഭാവങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് സ്വാധീനം ചെലുത്തും. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ജോലി കാര്യങ്ങളിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും ഇതിന്റെ പ്രതിഫലനങ്ങൾ കാണുവാൻ സാധിക്കും. चाहे वो प्रभु यीशु मसीह का वो स्वभाव हमारे जीवन में आए तब भी इफेक्ट होगा हमारे परिवार में, चर्च में और ऑफिस में और सोसाइटी में। കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ വന്നാൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ സഭയിൽ അത് കാണുവാൻ സാധിക്കും. और अगर उस स्वभाव के विपरीत हम है, ऑपोजिट है, तब भी वो सारे चीज इफेक्ट होगा हमारे फैमिली में, सोसाइटी में, ऑफिस में। ആ സ്വഭാവത്തിന്റെ വിപരീത സ്വഭാവം ഉള്ളവരാണെങ്കിലും ഈ സ്ഥലങ്ങളിലെല്ലാം, കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും അത് കാഴ്ച വെക്കുവാൻ സാധിക്കും. धन्य फैमिली अगर चाहते, एक आशीषित फैमिली चाहते, आशीषित चर्च चाहते, आशीषित जीवन चाहते, तो हमें क्या करना है? ये 5 स्वभाव को हमारे जीवन में अपनाना जरूरी है। അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, സഭ, സമൂഹ ജീവിതം ഒക്കെ നാം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ 5 സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ടത് അത്യാവശ്യമാണ്. तीसरा पॉइंट, तीसरा चाबी, മൂന്നാമത്തെ താക്കോല്, blessed life imitates Christ in daily living. ദൈനംദിന ജീവിതത്തിൽ ഒരു ധന്യകരമായ ജീവിതം ജീവിക്കണമെങ്കിൽ കർത്താവിനെ അനുകരിക്കുന്നവരാകും. Blessed life imitates Christ in daily living. നമ്മുടെ എല്ലാ ദിവസ ജീവിതത്തിൽ ക്രിസ്തുവിനെ നാം അനുകരിക്കുന്നവരാകും.
और ये डेली ये एक दिन का काम नहीं है, हमारे दैनंदिन जीवन में ये बहुत जरूरी है। എല്ലാ ദിവസത്തെ ജീവിതത്തിൽ ഒരു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും അത് സംഭവിക്കും. 3:9 पढ़िए। 3-ാം അധ്യായം 9-ാം വാക്യം ഒന്ന് വായിക്കുക. 9-ാം വാക്യം. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഭവിക്കേണ്ടതിനെ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. बुराई के बदले बुराई मत करो और गाली के बदले गाली मत दो। ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും നിങ്ങൾ പകരം ചെയ്യാതിരിക്കുവിൻ. For to this you were called. നിങ്ങൾ ഇതിനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. इसलिए बुलाया है that you may obtain a blessing. നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. आपको आशीष का पात्र बनने के लिए बुलाया गया है, गाली देने के लिए नहीं बुलाया है। നിങ്ങൾ അനുഗ്രഹത്തിന്റെ പാത്രങ്ങളായി തീരുവാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, ശകാരിക്കുന്നവരായിട്ടല്ല. बुरा करने के लिए नहीं बुलाया है प्रभु ने। ദോഷം ചെയ്യുവാൻ വേണ്ടിയല്ല. अगर हम प्रभु यीशु मसीह के साथ एक अच्छा रिलेशन, एक धन्य फैमिली पाना चाहते हैं, डेली जीवन में हमें बुराई से दूर रखना है और हमें याद रखना है वो आशीष का पात्र के लिए हमें बुलाया गया है। കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് ഒരു നല്ല ബന്ധം നമുക്ക് സ്ഥാപിക്കണമെങ്കിൽ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്ക് വേണമെങ്കിൽ, ദോഷം വിട്ടകന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹത്തിനായിട്ടാണെന്നുള്ളത് ചിന്തിച്ച് ആ വിളിക്ക് ഒത്തവണ്ണം ജീവിക്കണം. 10 को पढ़िए, उसी का 10। 10-ാം വാക്യം കൂടെ വായിക്കാം. ഇവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അകൃത്യത്തെയും അടക്കിക്കൊള്ളട്ടെ. अपने जीवन को बुराई से और अपने होठों को छल के बातों से रोके रहे, मतलब जिप लगाओ. ജീവിതത്തെ ദോഷത്തിൽ നിന്നും നാവിനെ വ്യാജത്തിൽ നിന്നും നമുക്ക് മാറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. अगर हम प्रभु यीशु मसीह को हमारे जीवन में डेली हम अनुकरण करना चाहते, देखना चाहते, तो ये सब चीजें हमारे लिप में जिप लगाना पड़ेगा. എല്ലാ ദിവസവും കർത്താവായ യേശു ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നാം ചെയ്യുവാൻ പാടില്ല. प्रभु हमें देख रहा है ऊपर से, കർത്താവ് സ്വർഗത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണ്, क्या हम क्या कर रहे हैं. നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത്. जब 12 में पढ़े हैं, प्रभु हमें देख रहा है. 12-ാം വാക്യത്തിൽ കർത്താവിന്റെ കണ്ണ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. यहाँ पे बोलता है seek peace and do good. നിങ്ങൾ സമാധാനം ആഗ്രഹിച്ച് നന്മ ചെയ്യുക. शांति खोजो और अच्छा काम करो. സമാധാനം ആഗ്രഹിച്ച് നന്മകൾ ചെയ്യുക. जब दुनिया के लोग हमारे जीवन में प्रभु यीशु मसीह के स्वभाव को देखेंगे डेली जीवन में, तब वो लोग आकर्षित होंगे और प्रभु यीशु मसीह के पास आएंगे. ചുറ്റുമുള്ളവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കാണുമ്പോൾ അവർക്ക് ആകർഷണമുണ്ടായി ദൈവത്തിങ്കിലേക്ക് അവർ മടങ്ങി വരും. अगर वो स्वभाव हमारे जीवन में नहीं है, हमारे दैनंदिन जीवन में, डेली जीवन में, तो कैसे लोग प्रभु यीशु मसीह के पास आएंगे? कैसे हम एक धन्य फैमिली पा सकते हैं? ദിവസവും ആ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവർ ദൈവത്തിങ്കിലേക്ക് കടന്നു വരിക? എങ്ങനെയാണ് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നത്? हम प्रभु यीशु मसीह के पास इसीलिए आए हैं क्योंकि उन्होंने वो सारा भला काम उन्होंने किया है, वो सारे अच्छा चीज हम उनके जीवन में देखे, उनका प्रेम को देखे, उनके अनुग्रह को देखे, उनके दया को देखे, तभी हम उनके पास आए हैं. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നാം എങ്ങനെയാണ് വന്നത്? കർത്താവിന്റെ നന്മകൾ കണ്ട്, കർത്താവിന്റെ സഹാനുഭൂതി കണ്ട്, കർത്താവിന്റെ നന്മകളെ അനുഭവിച്ചാണ് കർത്താവിന്റെ അടുക്കൽ നാം എത്തിയത്. अगर आप भी एक धन्य फैमिली या धन्य परिवार और धन्य चर्च, धन्य कलीसिया पाना चाहते हैं, तो आपको भी ये सब मेंटेन करना बहुत चाहिए. एक दिन का काम नहीं है, मेंटेन करना जरूरी, लाइफ टाइम. നാം എല്ലാവരും ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട സഭാ ജീവിതമൊക്കെയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ദിവസവും ഈ കാര്യങ്ങളെല്ലാം അനുകരിക്കേണ്ടത് അത്യാവശ്യമാണ്. और ये तभी संभव हो सकता है. एक वचन को पढ़िए, ഒരു വാക്യം കൂടെ വായിക്കാം. भजन संगीता സങ്കീർത്തനങ്ങൾ 112 112-ാം സങ്കീർത്തനം और उसका पहला वचन. അതിന്റെ 1-ാമത്തെ വാക്യം. യഹോവയെ സ്തുതിക്കുകയും യഹോവയെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളിലും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. धन्य है वो व्यक्ति जो यहोवा परमेश्वर का भय मानता है. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. और उसका आज्ञा को पालन करते हैं. അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന മനുഷ്യൻ. उसका भय मानना और उसका आज्ञा को पालन जब तक हम नहीं करेंगे, तब तक ये सारे चीज हमारे जीवन में नहीं आ सकती है. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ നാം അനുസരിച്ചില്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഒന്നും നമ്മുടെ ജീവിതത്തിൽ അനുവൃത്തമാക്കുവാൻ സാധ്യമല്ല. अगर ये सारे चाबी या अगर आपके जीवन में चाहिए, अगर एक धन्य जीवन चाहिए, तो आपको प्रभु का भय मानना बहुत जरूरी है. ഈ താക്കോലുകളെല്ലാം, ഈ വിഷയങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ ദൈവഭയവും
കൽപ്പനകളും അനുസരിക്കേണ്ടത് അത്യാവശ്യമാണ്. अगर प्रभु का भय नहीं है, हम इस सारे चीजों में हम फेल हो जाएंगे. ദൈവഭയം ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നാം പരാജയപ്പെടും. प्रभु हमें मदद करे अपने आप को जांचने के लिए. हम किसी को नहीं जांच सकते. प्रभु हमें मदद करे, हम अपने आप को जांचे और प्रभु की दैनंदिन जीवन में हम आगे बढ़ते, हम उनके रिलेशन में आगे बढ़े और उनके साथ रिलेशन में आगे बढ़ते हमारे जीवन को वो बदले, ट्रांसफॉर्म करे और उनकी अनुकरण करे. हम നാം നമ്മെ തന്നെ പരിശോധിക്കുക, മറ്റാരെയും പരിശോധിക്കുവാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. നമ്മുടെ ജീവിതം തന്നെ നോക്കുക, അത് രൂപാന്തരപ്പെടുത്തുക, കർത്താവിനോട് അനുകരിച്ച് കർത്താവിന്റെ ഹിതം പോലെ ജീവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. हमने 3 चाबियां देखे. 3 താക്കോൽ കാര്യങ്ങൾ നാം കണ്ടു. एक धन्य जीवन पाने के लिए ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം പ്രാപിക്കാൻ we need to have a good personal relationship with God. കർത്താവുമായിട്ട് ഒരു നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധം നമുക്ക് വേണം. A good relationship with God transform into likeness of Christ. ഒരു നല്ല വ്യക്തിപരമായിട്ടുള്ള ബന്ധം ക്രിസ്തുവിനോട് പോലെ നാം രൂപാന്തരപ്പെടുകയാണ്. तीसरा, blessed life imitates Christ into daily living. ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ക്രിസ്തുവിനെ എല്ലാ ദിവസവും ജീവിതത്തിലേക്ക് അത് പ്രതിഫലിക്കുകയാണ്. आइए उस आत्मिक धन्य जीवन पाने के लिए इस मेहनत को हम डेली हमारे जीवन में करते जाएं. ആത്മികമായിട്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം പ്രാപിക്കുവാൻ എല്ലാ ദിവസവും നമുക്ക് പ്രയത്നിക്കാം. प्रभु के नाम की महिमा हो. ദൈവനാമത്തിന് മഹത്വം. धन्यवाद देते हैं आप सभी को और एक बार आपने ये मौका दिया और हमारे लिए प्रार्थना करते रहिए और ये विश्वास कीजिए कि हम आप लोगों के लिए डेली, मैं जब से केरल से गया हूँ, डेली आप लोगों के लिए मैं प्रार्थना करता हूँ. എല്ലാവർക്കും നന്ദി. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞങ്ങളെയും വീണ്ടും കുടുംബമായിട്ട് പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങൾ ഈ കാര്യത്തിൽ ഉറപ്പുള്ളവരായിരിക്കുക. എല്ലാ ദിവസവും ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ഈ സഭയെ ഓർത്തും നിങ്ങൾ എല്ലാവരെയും ഓർത്തും പ്രാർത്ഥിക്കാറുണ്ട്. प्रभु को धन्यवाद देते दिया हुआ समय के लिए. ഈ സമയത്തിനായിട്ട് കർത്താവിന് നന്ദി. आप लोगों को फिर से धन्यवाद देता हूँ, आप लोगों ने मुझे ये मौका दिया. നിങ്ങൾ എല്ലാവർക്കും വീണ്ടും നന്ദി അർപ്പിക്കുന്നു ഈ ഒരു അവസരം നൽകിയതിൽ. हम सब बहुत खुश है आप लोगों से मिलके. നിങ്ങളുമായിട്ട് കൂട്ടായ്മ ലഭിച്ചതിൽ हम ഞങ്ങൾക്ക് अपने സന്തോഷമുണ്ട്. डेली लाइफ में हम आपको याद करते रहेंगे प्रार्थना में എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർക്കും. और आप लोग भी हमें प्रार्थना करते रहिए. ഞങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. प्रभु के नाम की महिमा हो. ദൈവനാമത്തിന് മഹത്വം.